ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ പുതിയൊരു ഫോൺ മേടിച്ച ഐഫോൺ 11 സ്കൈസെല്ലിൽ നിന്നാണ് വാങ്ങിച്ചത്. സ്കൈസെൽ കൊല്ലം കരുനാഗപ്പള്ളി. ഓക്കെ, അപ്പം നല്ലൊരു ഡിസ്കൗണ്ട് നമുക്ക് തന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോൺ തന്നിട്ടുണ്ട്, ഐഫോൺ 11. പിന്നെ തന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനോട് ഇത് രണ്ട് ഫ്രീ ആയിട്ട് തന്നേക്കാം. ഒരു കവർ, ഒരു സ്ക്രീൻ ഗാർഡ്. ഇതാണ് സ്കൈസെല്ലിൽ തന്നേക്കുന്ന അത് രണ്ടും ഫ്രീ ആയിട്ട് തന്നേക്കുന്ന ഫോൺ മേടിച്ചപ്പോൾ. എൻ്റെ പേര് 69 ആ റേഞ്ച് വരും. അപ്പം ഇതാണ്. അതിൽ നമുക്കിത് രണ്ടും അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഫോൺ ഒന്ന് തുറന്ന് നോക്കാം. ഇത് രണ്ട് മാറ്റി വെച്ചേക്കാം. എന്നിട്ട് ഫോൺ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, 128 GB ഞാൻ മേടിച്ചിരിക്കുന്നത്. പ്രൈസ് അതുകൊണ്ട് വെക്കുന്നത് 69,900. അപ്പം ഇതാണ് 11. നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. എൻ്റെ പെട്ടി പൊളിക്കട്ടെ. വാവ്, സൂപ്പർ. അപ്പം ഇതാണ് നമ്മുടെ ഫോൺ. നല്ല തണുപ്പുണ്ട്. അപ്പം ഇതാണ് 11. ഓക്കെ, നല്ല രസമുണ്ട് കാണാൻ. ഓക്കെ, നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. എവിടെ ഇരിക്കട്ടെ. ഇപ്പം ഒരു യൂസർ മാനുവലുണ്ട്. ഹലോ. ഓക്കെ, പിന്നെ ഒരു സിം ഇജക്റ്റിംഗ് ടൂളുണ്ട്. പിന്നെ കുറച്ച് കാർഡുകൾ, പിന്നെ ഐഫോണിൻ്റെ ഒരു സ്റ്റിക്കറും. ഓക്കെ, നമുക്ക് ഇത് അങ്ങോട്ട് മാറ്റി വെച്ചേക്കാം. വലിയ യൂസ് ഇല്ലല്ലോ, നമുക്ക് അങ്ങോട്ട് മാറ്റി വെച്ചേക്കാം. നല്ല പാക്കിംഗ് ആണ്. പാക്കിംഗ് ഈസ് വെരി ഗുഡ്. ഓക്കെ, ഇത് പിന്നെ നമ്മൾ പോയി. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് ഓപ്പൺ ചെയ്യുന്നത് അതിൻ്റെ ചാർജർ. ഇതൊരു എല്ലാവരും പറയുന്നത് ഒരു 5 വോൾട്ട്. ഇത് ചാർജറുടെ ഇത് 5 വോൾട്ടാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് നമുക്ക് 10 വോൾട്ട് വരെ കൊടുക്കാം എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് 5 വോൾട്ട് ഫാസ്റ്റ് ചാർജറല്ല. ഇത് വെച്ച് ഫാസ്റ്റ് ചാർജർ സപ്പോർട്ട് ചെയ്യുന്ന ഫോണാണ്. അപ്പം ഇതാണ് നമ്മുടെ ചാർജർ. ഇനി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എയർപോഡ് പോലെ ആയിരിക്കും, പക്ഷേ ഇതിൻ്റെ അകത്ത് കേബിളുണ്ട്. കണ്ടല്ലോ, ഇതാണ് നമ്മുടെ എയർപോഡ്. ഇതൊക്കെ ഇടലും കേട്ടോ. ഓക്കെ, ഇത് കണ്ടല്ലോ, USB ആണ്. നമുക്കെടുക്കാം, പിന്നെ എടുക്കാമില്ല. ഇനി വരുന്നതാണ് കേബിൾ. ഇതാണ് നമ്മളെ കേബിൾ. ഓക്കെ, നമുക്ക് ഫോണിലോട്ട് പോവാം. ഇതൊക്കെ ഇങ്ങോട്ട് ഇടിയട്ടെ. സംഭവം എല്ലാം ഇട്ട് വെച്ച് തരാം. ഫോണിൻ്റെയൊക്കെയാണ്. സൂപ്പർ. നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. വാവ്. ഇപ്പം ഇതാണ് നമ്മുടെ ഫോൺ. കൊള്ളാം. ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കൊന്ന് ഓൺ ചെയ്യാം. അങ്ങനെ ആപ്പിൾ എഴുതി കാണിച്ചു. സംഭവം ഓണായി വരട്ടെ. ഇപ്പം നമ്മൾ എയർപോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേബിളാണ്. ഒരു വോളിയം അപ്പും ഡൗണും ബട്ടണൊക്കെ ഉണ്ട്. ഓക്കെ, കൊള്ളാം സംഭവം. പൊളി സാധനം. ഹലോ കാണിച്ചിട്ടുണ്ട്. ഹലോ. ചൈനയൊക്കെ എഴുതി കാണിക്കുന്നു. ഓക്കെ, അത് വിടും. നമുക്കിപ്പം ഇംഗ്ലീഷ് നമ്മളെവിടെയാണ്? നമ്മൾ ഇന്ത്യ. അപ്പം ഇംഗ്ലീഷ് ഇന്ത്യ, സെറ്റപ്പ് മാനുവൽ,
കണ്ടിന്യൂ, വൈഫൈ ഉണ്ട്, അതർ ഡിവൈസ് ഉണ്ട്, കണക്റ്റ് മാക് ഓർ. അപ്പം ഇത് ബാക്ക് അടിക്കാനൊന്നും പറ്റത്തില്ല, ഒരു രക്ഷയില്ല ബാക്ക് അടിക്കാൻ. എല്ലാം നമ്മൾ പ്രൊസീഡ് ചെയ്തുകൊണ്ട് പോവുക. അപ്പം ഇതിൻ്റെ യൂസർ നെയിം പാസ്വേഡൊക്കെ ഞാൻ മറന്നുപോയി, നോക്കട്ടെ. അപ്പം എന്തായാലും അതിൻ്റെ പാസ്വേഡൊക്കെ ഒന്ന് മറന്നുപോയി. ഓക്കെ, നമുക്ക് ലോഗിൻ ചെയ്യാം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇതിൻ്റെ അകത്തില്ല. പിന്നെ ചെയ്താൽ പോരെ? നമുക്ക് എന്തായാലും ചെയ്തേ പറ്റൂ ബ്രോ. അപ്പം ഇതാണ് നമ്മളെ ഫോൺ. ഫോണൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ നല്ല രീതിയിൽ ഒന്നും കൂടെ നോക്കാം. കൊള്ളാം സംഭവം, സാധനം പിടിക്കാൻ പറ്റുന്നുണ്ട്. അപ്പം നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. കീബോർഡ് ഹിന്ദിയൊക്കെ കൊടുത്ത് ഞാൻ പണി കിട്ടും. അപ്പോൾ ഇത് നമുക്ക് സെറ്റപ്പ് ചെയ്യാനൊന്നും നമ്മൾ നോക്കിയിട്ടില്ല. ഇതിന് വൈഫൈ കണക്ട് ചെയ്യണം, അതാണ് ഇവർ പറയുന്നത്. അപ്പം കുറേ എന്തുപാടെ ഇത് സെറ്റപ്പ് മാനുവൽ കണ്ടിന്യൂ. ഇതിലൊരു ഓപ്ഷനും കാണിക്കുന്നില്ല ബ്രോ. വൈഫ് ജസ്റ്റ് ഒന്ന് ഓഫ് ആക്കിയിട്ടിട്ട് പോയി. അപ്പം ഇത് കണ്ടിന്യൂ. ക്യാമറയൊക്കെ നമുക്ക് എടുക്കാം, പതുക്കെ കൊണ്ടെല്ലാം ചെയ്യാം. അപ്പം നമ്മൾ പിന്നെ ഇതിൽ തന്നെ കയറിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഓക്കെ, നമുക്കൊന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ട് നോക്കാം. ഒരു രക്ഷയില്ല. ഷട്ട് ഡൗൺ ചെയ്യാം. ഇതിൻ്റെ കേസൊക്കെ ഒന്ന് ഇട്ട് നോക്കിയാൽ നമുക്ക്. പിന്നെ നമുക്ക് കേസൊക്കെ ഒന്ന് ഇട്ട് നോക്കാം. വേണ്ട, കേസ് തന്ന കേസ് ഇതാണ്. കേസ് ഇട്ടപ്പോൾ കലിപ്പ്. ഇതാണ് നമ്മുടെ ഐഫോണിൻ്റെ കേസ്. കൊള്ളാം സംഭവം. ഓക്കെ, പിടിച്ചില്ല. ഓക്കെ, നമുക്കൊന്ന് ഫോണാക്കാം. ഇപ്പോൾ കേസ് ഉണ്ട്, കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇട്ടാം. കേസ് നല്ല കേസ് കേട്ടോ. കേസ് ഇട്ട് വെച്ചുതരാം.
എല്ലാം നല്ല നിൽക്കാം. ഇത് ഓക്കെ ആണ്. ഫോണിൽ കണക്ട് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഇത് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഇനി ആപ്പിൾ ഐ ഡി അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാനുണ്ട്. അപ്പം അതാണ് ഇവർ നോക്കുന്നത്. നമുക്കിതിപ്പം ഇപ്പം ഇങ്ങനെ ഇരിക്കട്ടെ, ബാക്കി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്തതെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യാം. ഇതാണ് ഫോൺ. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇനി നമ്മൾ അടുത്ത വീഡിയോയിലിടും. ഓക്കെ അപ്പം നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ക്ലോസ് ചെയ്യണം.